പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 400 സീറ്റ് പദ്ധതി യാഥാർത്ഥ്യമാകില്ലെന്നും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അമേഠിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് മല്ലികാർജുൻ ഖാർഗെ ഇങ്ങനെ പറഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ BJP 100 സീറ്റുകൾ പോലും നേടില്ല, മാത്രമല്ല അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും, ഖാർഗെ അവകാശപ്പെട്ടു. 400-ലധികം സീറ്റുകൾ നേടുമെന്ന് BJPയുടെ അവകാശവാദം സ്വപ്നം മാത്രം. 100 സീറ്റുകൾ പോലും കടക്കാനാകില്ല. ഇത്തവണ അവർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നതാണ് സത്യം, മല്ലികാർജുൻ ഖാർഗെ കൂട്ടിച്ചേർത്തു. അമേഠിയിലെയും റായ്ബറയിലെയും ജനങ്ങളിൽ ശത്രുത വിതയ്ക്കാൻ BJP ഗൂഢാലോചന നടത്തുകയാണെന്നും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. കോൺഗ്രസിൻ്റെ കാലത്ത് അമേഠിയിൽ കോടികളുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിരുന്നു. എന്നാൽ അവയിൽ ഭൂരിഭാഗവും കെട്ടിക്കിടക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് പദ്ധതികൾ ഇപ്പോഴും പൂർത്തിയാകാത്തത് എന്നാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഖാർഗെ പറഞ്ഞു. അമേഠിയിലും റായ്ബറേലിയിലും പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു. മോദി ഇവിടെ വന്ന് കോൺഗ്രസ് പദ്ധതികൾ നിർത്തിവെക്കുന്നു, പൊതുജനങ്ങൾ ഇതിനെല്ലാം തക്ക മറുപടി നൽകും എന്നും അദ്ദേഹം പറഞ്ഞു. അമേഠിയയിലെയും റായ്ബറേലിയിലെയും ജനങ്ങൾക്ക് ഗാന്ധി കുടുംബവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് ഖാർഗെ പറഞ്ഞു. രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഠിനാധ്വാനം ചെയ്ത നാടാണിത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അമേഠി കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതോടെ മണ്ഡലം നഷ്ടമായി. റായ്ബറേലിയിൽ നിന്നാണ് സോണിയാഗാന്ധി വിജയിച്ചത്. എന്നിരുന്നാലും ഇത്തവണ അവർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. പരാജയം സമ്മതിച്ചതിനാലാണ് സോണിയയുടെ രാജ്യസഭാ നാമനിർദ്ദേശമെന്നാണ് BJPയുടെ പരിഹാസം. അതേസമയം രാഹുലിനെ പരിഹരിച്ച് സ്മൃതി ഇറാനി രംഗത്തെത്തി. രാഹുലിനെ സ്വാഗതം ചെയ്യുന്നത് ആളൊഴിഞ്ഞ തെരുവുകളാണെന്നും രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണം ഗാന്ധി കുടുംബവും രാഹുലും നിരസിച്ചതിൽ അമേഠിയിലെ രാമഭക്തരും രോഷാകുലരാണെന്നും അമേഠിയിൽ വികസനം നിഷേധിക്കപ്പെട്ടവരുടെ രോഷം കോൺഗ്രസും ഗാന്ധി കുടുംബവും അനുഭവിക്കുമെന്നും സ്മൃതി പറഞ്ഞു.